ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല. എല്ലായിടവും പരിശോധിക്കൂ. പോകൂ. അനങ്ങിപ്പോകരുത്, അനങ്ങരുത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ ഇന്നിവിടെ അഗ്നി പടരുന്നതാണ്. ആ അഗ്നിയിൽ നിങ്ങൾ എല്ലാവരും വെന്തുരുകും. കൂടെ ഞങ്ങളും ഭസ്മമാകുന്നതാണ്. എന്താണ് നോക്കി നിൽക്കുന്നത്? സ്ത്രീകളുടെ വാക്ക് കേട്ട് സമയം നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? ബാക്കിയുള്ളവരെ വേഗം കണ്ടുപിടിക്കൂ. പോകൂ. ഈ വനവാസികൾ എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കേണ്ടതാണ്. ഇവർക്ക് ഇത്രയും ധൈര്യം എങ്ങനെയുണ്ടായി? രൂപനഗരത്തിന്റെ രാജാവിനെയാണോ പ്രഹരിക്കുന്നത്? ആക്രമിക്കുന്നു. ഇവരെ പ്രഹരിക്കൂ. കടുത്ത ശിക്ഷ നൽകൂ. പ്രഹരിക്കൂ. ഇല്ല, നമുക്കിനിയും നിശബ്ദനായി നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. നമുക്ക് പോണം. നമുക്ക് പോയേ മതിയാവോ? അരുത്, അരുത് ദേവദത്ത, ഒന്ന് നിൽക്ക്. ഇപ്പോൾ വിഡ്ഢിത്തം കാണിക്കരുത്. അഥവാ സൈനികർ നിന്നെ പിടികൂടി കഴിഞ്ഞാൽ രാജാവിന്റെ സൈനികർ നമ്മുടെ ഗ്രാമം മുഴുവൻ ഭസ്മമാക്കും. നാം കാരണമാണ് ഇവർ പ്രഹരമേൽക്കുന്നത്. എന്നാൽ നാം ഇവിടെ നിശബ്ദനായി എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇല്ല, നമുക്കവിടെ പോകണം. നമുക്കവിടെ പോയേ മതിയോ? പറയുന്നത് കേൾക്ക്. നീ പോകരുത്. സർവനാശം സംഭവിക്കുന്നതാണ്. നാം എപ്പോഴും പറയുകയാണ് കുമാര, ഇനി എത്ര പേരാണ് ഈ ഗ്രാമത്തിൽ മറഞ്ഞിരിക്കുന്നത്? പറയൂ. അഥവാ നമ്മുടെ സൈനികർ ആരെയെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ഫലം ഗ്രാമം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായോ? നിർത്ത്. ഇനി ശബ്ദിക്കരുത്. ഇനിയും എത്ര പേർ ഈ ഗ്രാമത്തിൽ മറിഞ്ഞിരിക്കുന്നു? എത്ര പേർ മറിഞ്ഞിരിക്കുന്നു? പറയൂ. അഥവാ നമ്മുടെ സൈനികർ ആരെയെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ ഗ്രാമം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ്. മനസ്സിലായോ? മഹാരാജൻ, ഇനി അങ്ങ് അഗ്നിയിൽ നെയ്യും അതുപോലെ പുഷ്പവും സമർപ്പിച്ചോളൂ. രാജകുമാരി, ഇനി അവിടുന്ന് പുഷ്പങ്ങൾ അർപ്പിച്ചോളൂ പുത്രി. രാജൻ,